ഹലോ ഫ്രണ്ട്സ്, മഴതോരു മൂവിയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെ വിഷയമാണ് സ്റ്റാൻലി ഹലോ പറഞ്ഞിട്ട് ആദ്യം ബാലചന്ദ്രനെ തന്നെയാണ് ഷേക്കാൻ്റെ കൊടുക്കുന്നത് കേട്ടോ. അലീനയ്ക്ക് കൈ കൊടുക്കുമ്പോൾ അലീന കൊടുക്കുന്നില്ല. വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി അലീനയ്ക്ക്. കാരണം വീട്ടിൽ വന്ന് കണ്ടിട്ട് പോലും അച്ഛനും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി കേട്ടോ. കുറച്ച് നേരം അയാൾ വെയിറ്റ് ചെയ്യുന്നെങ്കിലും അലീന കൈ കൊടുക്കുന്നില്ല. അപ്പോൾ സ്റ്റാൻലി സോറി പറയാനുണ്ട്. അത് സ്റ്റാൻലിക്ക് മനസ്സിലായി എന്തായിരിക്കും കാര്യമെന്ന്. സ്റ്റാൻലി എന്നിട്ട് പറയുന്നുണ്ട്, സോറി, ഇന്നലെ വീട്ടിൽ വന്ന സമയത്തും ഞാനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണോ? അപ്പോൾ തന്നെ അലീനയുടെ മനസ്സങ്ങ് വിഷമിച്ച് അലീന അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ടോ. ബാലചന്ദ്രൻ മോളേന്ന് വിളിക്കുന്നെങ്കിലും അലീന മൈൻഡ് ചെയ്യാതെ വെളിയിലേക്ക് പോയി കരയാണ്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു അവളോട്? അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണോ? നിങ്ങൾ സ്റ്റാൻലി ജോസഫ് ആണെന്നും അവളുടെ പപ്പയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടാണ് വരുന്നതെന്നും ഒക്കെ വരുന്ന വഴിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വന്നു പോയപ്പോഴും ഇതാരാണെന്നോ എന്താണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ പോയി അവളെ ഒന്ന് സമാധാനിപ്പിച്ചോളാം. പെട്ടെന്ന് കണ്ട ഷോക്കിൽ അവൾക്ക് വിഷമായിട്ടുണ്ടാവും. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അലീന അവിടെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ മോളെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിനെ രൂക്ഷമായിട്ട് നമ്മൾ നോക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ മുഖത്തേക്കും. മോളെ, അത് അച്ഛൻ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞില്ലല്ലേ? കള്ളം പറഞ്ഞില്ല മോളെ. ഇല്ല, സത്യം മറച്ചു വെച്ചില്ല അച്ഛാ. അത് വേറൊന്നും കൊണ്ടല്ല, അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. പേര് പോലും അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ലാലിച്ചൻ എന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ഈ സ്റ്റാൻഡിയുടെ നിക് നെയിമാണ് ഈ ലാലിച്ചൻ എന്ന് പറയുന്നത്. എന്തിനാ അച്ഛാ രണ്ടുപേരും കൂടെ ഇങ്ങനെ എന്നോട് കള്ളത്തരം കാണിച്ചത്? മോളെ, നീ 23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പോരാഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് അയാളെ കാണുന്നത് വരെ അലീന എന്ന് പറയുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്ന് പോലും അയാൾക്കറിയില്ല. ഒരിക്കലും അറിയില്ല. എനിക്കും അറിയില്ല അയാൾ ആരാണെന്ന്. മനസ്സിലായോ? പിന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വിശ്വസിക്കും അയാൾക്ക് 23 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടെന്ന്? സത്യമാണെന്ന് അയാൾക്ക് ബോധ്യമാവണ്ടേ? സത്യമാണെന്ന് തെളിവ് വേണ്ടേ? ഇനി ഒരു പക്ഷേ സത്യമാണെങ്കിലും നിന്നെ മകളായിട്ട് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും സമയവും ഒക്കെ അങ്ങർക്ക് വേണ്ടേ? അപ്പോൾ അലീന പറയുന്ന ഒരു അച്ഛനാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ മകളാണെന്ന് അറിയണമെങ്കിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അച്ഛൻ നടത്തേണ്ടത്? ഇത് സിനിമയല്ല മോളെ. ഒരു മകളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ മോളേന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് അയാൾക്ക് എന്തെല്ലാം നോക്കണം? ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സോഷ്യൽ സ്റ്റാറ്റസ്, മുന്നോട്ടുള്ള വെല്ലുവിളികൾ എല്ലാം നോക്കണ്ടേ? അപ്പോൾ അതൊക്കെ നീ മനസ്സിലാക്കണ്ടേ? സ്റ്റാൻലി ജോസഫ് വീട്ടിൽ വന്ന സമയത്ത് ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ സ്വീകരിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ നിനക്ക് വിഷമാവില്ലേ? എനിക്ക് വിഷമാവില്ലേ? പിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? അത് ഇന്നലെയോടാണ് പറഞ്ഞത്, അതിന് മുന്നേ പറഞ്ഞതില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും മോളെ, ഇവിടെ അച്ഛൻ ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാ അത്? എത്ര കുട്ടികളാണ് ഉള്ളത് എന്ന് അലീന അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ചോദിക്കണം. ഞാനോ? നീ തന്നെ ചോദിക്കണം. ആരോടെന്നോ? നിൻ്റെ അപ്പനോട് പോയി ചോദിക്കണം. നീ കണ്ടില്ലേ അയാളെ? കണ്ടു. എനിക്ക് സങ്കടം സഹിക്കാനാവണില്ല അച്ഛാ. എനിക്ക് എന്തോ പോലെ തോന്നുന്നു അച്ഛാ ഇവിടെ. മോളെ, അയാൾ നിൻ്റെ മനസ്സിലായി അച്ഛനാണെന്ന്. എനിക്ക് അയാളെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. വ്യക്തിപരമായ അയാളെ എനിക്കിഷ്ടമല്ല. ഞാൻ ശത്രുവായിട്ട് കാണേണ്ട ആളാണ്. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാനിവിടെ എത്തിയത്, നിനക്ക് വേണ്ടി മാത്രം. അച്ഛാ, സോറി അച്ഛാ, എന്നോട് ക്ഷമിക്കച്ച. ഞാൻ എൻ്റെ അവസ്ഥ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. സാരമില്ല അലീന, അയാൾ നിന്നെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട നീ. അയാളുടെ അവസ്ഥയെ നീ മനസ്സിലാക്കണ്ടേ? വിവാഹത്തിന് മുമ്പ് ഒരു അന്യ സ്ത്രീയിൽ ജനിച്ച ഒരു മകളുണ്ടെന്ന് ആരും അഭിമാനത്തോട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ അലീന? മനസ്സിലായച്ചാ. ശരി, എന്നാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ അലീനെ കുട്ടി വീണ്ടും അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ കിച്ചണിലാണെങ്കിൽ സ്റ്റാൻലി ജോസഫിനെ കുറച്ച് ജോലിക്കാരുണ്ടല്ലോ, എല്ലാവർക്കും ഭയങ്കര ചർച്ചയിലാട്ടോ അവിടെ. ഇതാരാ എന്താ? അപ്പോൾ അതിൽ ഒരാൾ പറയുന്നുണ്ട്, പൗലോസ്. അതെ, ഈ പാലാക്കാരൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ആ പെൺകുട്ടിയെ ഒരു കല്യാണ പെണ്ണെ പോലെ ഇരിക്കുന്നില്ലേ? അയാളുടെ ബന്ധു ആരെങ്കിലും ആയിരിക്കും. അയാളുടെ മകളാന്നേ അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? അന്ന് വന്നപ്പോൾ ഇല്ലായിരുന്നു. സ്റ്റാൻലി സാറുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും, അല്ലെങ്കിൽ ഇനി സാറിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ? ആർക്കറിയാം. ഇനി തെറ്റായ വല്ല വഴിയുണ്ടോ സാറിന്? മിണ്ടായിരടാ, സാർ അങ്ങനെയുള്ള ആളൊന്നും അല്ല എന്നും പറഞ്ഞ് ഇവർ ഭയങ്കര ചൂടുള്ള ചർച്ചയിലാട്ടോ. അലീന ആരാ ഇതാരാ രണ്ടുപേരും ആരാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാട്ടോ അവർ. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുവാണ്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
അതൊന്നും കുഴപ്പമില്ല, ഞാനെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും ഇണങ്ങി വരാനും പരിചയമായിട്ട് വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം ബാലചന്ദ്രൻ പറയാം, അതല്ല, അവളോട് നമ്മൾ ആദ്യം കണ്ടപ്പോഴേ ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം മറച്ചു വെച്ചില്ലേ, അതിലവൾക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് അവൾക്കത് ദേഷ്യവും വന്നു. സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റാൻലി പറയണം, എനിക്ക് ആരോടും പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻറ്റിമസി ഒന്നും വരാറില്ല. എൻ്റെ അപ്പച്ചൻ എന്നോട് പറയാറുണ്ട് ഞാനൊരു മുരടനാണെന്ന്. അത് കറക്റ്റായിരുന്നു. അച്ഛൻ പലരും കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് എല്ലാവരും, പക്ഷെ ഞങ്ങളങ്ങനെയല്ല, ഞങ്ങളൊക്കെ കുറച്ച് ഇമോഷണലായിട്ടുള്ള ആൾക്കാരാണ്. സ്നേഹവും വിഷമവും ദേഷ്യവും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്നിങ്ങനെ പറയട്ടോ ബാലചന്ദ്രൻ. എല്ലാം കുറച്ചും കൂടെ മയത്തിൽ നിങ്ങൾ പെരുമാറണം. അതെല്ലാം ഞാൻ ഇനി പഠിച്ചോളാം എന്ന് സ്റ്റാൻലി പറയാട്ടോ. ഒരുപാട് സ്നേഹം എനിക്കുണ്ടായിരുന്നു, ഞാനതൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതെല്ലാം എപ്പോഴോ പോയി. പിന്നെ എങ്ങനെയൊക്കെ എൻ്റെ സ്വഭാവവും രീതികളൊക്കെ ഇങ്ങനെ ആയി മാറി എന്ന് അയാൾ പറയാട്ടോ. ബാലചന്ദ്രന് പെട്ടെന്ന് വല്ലാതായി. വൈജിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ മുഖം വല്ലാതാവും. ഇനിയെല്ലാം ഞാൻ പഠിച്ചോളാം എന്ന് അയാൾ പറയുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഇനിയിപ്പം വേണ്ടി വരും. ശരി, നിങ്ങൾ ദൂരെ നിന്ന് വന്നതല്ലേ, വരൂ, നമുക്കിതെല്ലാം കഴിക്കാം. ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ ആളുണ്ട്, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇല്ല, ഞങ്ങൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. പ്ലീസ് കഴിക്കാതെ പോകരുത്, എല്ലാം കഴിച്ചിട്ട് വേണം പോകാൻ. ഇല്ല, ഞാനൊന്നും കഴിക്കുന്നില്ല. ഞാനിവിടെ വന്നത് ഒരു ഡ്രൈവറായിട്ട് വന്നതാണ്, അലീനയും കൊണ്ട്. ഒരു ഡ്രൈവർ അയച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ വന്നു എന്നേ ഉള്ളൂ. അങ്ങനെ പറയരുത്, ഒരിക്കലും പറയരുത്. നിങ്ങളെപ്പോലെ ഇത്രയും പ്രാധാന്യമുള്ളൊരു മനുഷ്യൻ എൻ്റെ വീട്ടിൽ ഈ അടുത്തൊന്നും വന്നിട്ടില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഒരു മിനിസ്റ്റർ വന്നിട്ട് പോയി, അതൊന്നും പ്രധാനപ്പെട്ടതല്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആതിഥ്യം സ്വീകരിച്ചേ പറ്റൂ. നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കണം, ഈ ദിവസത്തിൻ്റെ സന്തോഷത്തിലേക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ന് പറയുമ്പോൾ അയാളൊരു വല്ലാത്ത അവസ്ഥയിലാവാം കേട്ടോ. പക്ഷേ അലീനയും പറയുന്നുണ്ട്, കഴിക്കുക അച്ഛാ, കഴിച്ചിട്ട് പോയാൽ മതി അച്ഛാ. അതെ, ഞാൻ അവിടെ വന്ന് കോഫിയൊക്കെ കഴിച്ചില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ അലീനയുടെ അച്ഛനാണ്, ഞാൻ അവളുടെ പപ്പയാകാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കിടയിലൊരു പാലമുണ്ട്. ശരി, നിങ്ങളുടെ ആതിഥ്യം ഞാൻ നിഷേധിക്കുന്നില്ല. മോളെ പെട്ടിയൊക്കെ എടുക്കുക. വേണ്ട, അതൊക്കെ ആൻ്റപ്പനോ പൗലോസോ അവരാരെങ്കിലും എടുത്തോളും, അതൊക്കെ പിന്നെ എടുക്കാം. വരൂ, രണ്ടുപേരും വരൂ. പക്ഷേ ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് അലീന ചേർത്ത് പിടിക്കാൻ കേട്ടോ. അങ്ങനെ അവരകത്തേക്ക് കഴിക്കാനായിട്ട് നടന്നു പോവുകയാണ്. വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ആൻ്റപ്പനെയും ബൈജുവിനെയും പൗലോസിനെയും ഒക്കെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ആൻ്റപ്പനെ പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ട്. ചായയാണ് ഇവർക്ക് ആവശ്യം, അത് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുകയാണ്. നിങ്ങളത് കഴിക്കുമെന്ന് സ്റ്റാൻലി പറയാട്ടോ. ആ സമയത്ത് ബൈജുവിനെയും പൗലോസിനെയും എല്ലാവരും വിളിച്ച് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇവിടുത്തെ കുക്ക് ഇതാണ്, മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഇയാളാണ്, എല്ലാവരും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. പുതിയ വീടും പരിസരവും എല്ലാം ഇങ്ങനെ മാറി നോക്കുകയാണ് കേട്ടോ. ഒരുമാതിരി പുതിയൊരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോഴുള്ള വിഷമം. അങ്ങനെ അലീന ചായയൊക്കെ കുടിക്കുകയാണ്. എല്ലാവരെയും അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 3 പേരോടും പറയുന്നുണ്ട്, ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് എൻ്റെ മകൾ അലീനയാണെന്ന്. അത് കേൾക്കുമ്പോൾ ഇവർ 3 പേരും ഞെട്ടിപ്പോകണം കേട്ടോ. അതെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എനിക്കിങ്ങനൊരു മകൾ, 23 വയസ്സായി അവൾക്ക്. എൻ്റെ മകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിലെ കൺട്രോൾമെൻറ്റ് ഓഫീസറായി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന സ്ത്രീയിൽ എനിക്കുണ്ടായ കുഞ്ഞാണിത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതിരിക്കുന്നത് പാലായിലെ ബാലചന്ദ്ര മേനോൻ. ഇദ്ദേഹമാണ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു മകൾ എനിക്കുണ്ടെന്ന് കാണിച്ചു തന്നത്. മനസ്സിലായല്ലോ? വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിക്കണം. ഇനി ഇതാരാ, എന്താ, എങ്ങനെയാണെന്നൊന്നും നിങ്ങളാരും തലപുകഞ്ഞ് ആലോചിക്കേണ്ട എന്ന് അയാൾ അങ്ങ് വെട്ടി തുറന്ന് എല്ലാവരോടും പറയുമ്പോൾ അലീനയും ബാലചന്ദ്രനും അന്തം വിട്ട് പോകണം കേട്ടോ. തനിക്കിങ്ങനൊരു ഇത്ര തുറന്ന് ഇങ്ങനെ പറയുന്നു ഒരിക്കലും അവർ വിചാരിച്ചില്ല. അപ്പോൾ ബാലേന്ദ്രൻ്റെ അത്ഭുതം. അപ്പോൾ സ്റ്റാൻലി പറയണം, നിങ്ങൾ കഴിക്കും. എനിക്ക് അവർ 3 പേരോടും യഥാർത്ഥ സത്യം പറയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ അവർ 3 പേരും കൂടെ ഇന്നേ വരെ ഈ ലോകത്തില്ലാത്ത എല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കും. കാരണം ഒരു പെൺകുട്ടിയാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, വേറെ പലതും പറഞ്ഞുണ്ടാക്കിയാലോ എന്ന് വെച്ച് സത്യസന്ധമായിട്ട് തന്നെ അയാൾ പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞിട്ട് അലീന എന്നോട് ചോദിക്കുകയാണ്, മിസ്റ്റർ സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലേന്ന്. പക്ഷേ എനിക്കെല്ലാവരും ഉണ്ട് അലീന. പക്ഷേ ഈ വീട്ടിലാരുമില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തോട്ടം നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ വീടാണിത്. അഞ്ചലിൽ എനിക്ക് വേറൊരു വീടുണ്ട്, അവിടെയാണ് വൈഫും കുട്ടികളും ഒക്കെ താമസിക്കുന്നത്. ഇത്രയും ഇങ്ങനെ പറയാണ് കേട്ടോ. നിങ്ങൾ ചായ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ, കഴിക്കാനുള്ളതും കൂടെ എടുത്ത് കഴിക്കുമോ? അലീന പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ ജോലിക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പം നീ കഴിക്കുക മാത്രം മതി ഇവിടുത്തെ ജോലി.
അതുകൊണ്ട് നീ ഇപ്പോഴേ തുടങ്ങിക്കോന്ന് കളിയാക്കി പറയാനുണ്ടോ ബാലചന്ദ്രൻ. പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ ജോലിക്ക് ആളുണ്ട്, എല്ലാവരും ഉണ്ട്, പിന്നെ എനിക്ക് കുറച്ച് നായ്ക്കളുണ്ട്, അവരൊക്കെ സ്നേഹവും നന്ദിയും ഉള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അലീനയ്ക്ക് ആകെ ഒരു പരവേശവും വെപ്രാളവും ഒക്കെയാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? അതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്